ജെറിക്കോ ഒരു അമേരിക്കൻ കനേഡിയൻ പ്രൊഫഷണൽ റെസ്ലറാണ്. ഇദ്ദേഹം ജനിക്കുന്നത് 1970 നവംബർ 9 മാൻഹാസറ്റ്, ന്യൂയോർക്ക് എന്ന സ്ഥലത്തിലാണ്. തൻ്റെ കരിയറിലുടനീളം തൻ്റെ കഥാപാത്രത്തെ പുനർനിർമ്മിക്കാനുള്ള കഴിവ് എന്നിവയാൽ ശ്രദ്ധേയനായ ജെറിക്കോയെ പത്രപ്രവർത്തകരും ഇൻഡസ്ട്രി കൊളീഗ്സും ഇദ്ദേഹത്തെ ഏറ്റവും മികച്ച പ്രൊഫഷണൽ റെസ്ലറിലൊരാളായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1990കളിൽ അമേരിക്കൻ സംഘടനകളായ ECW, CWC എന്നിവയ്ക്കും കാനഡ, ജപ്പാൻ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രൊമോഷനുകൾക്കായി ജെറിക്കോ പ്രകടനം നടത്തി. 1999 അവസാനത്തോടെ WWF അഥവാ വേൾഡ് റെസ്ലിംഗ് ഫെഡറേഷനിൽ ഡെബ്യൂട്ട് ചെയ്തു. പിന്നീട് 2001 അദ്ദേഹം ആദ്യത്തെ അൺഡിസ്പ്യൂട്ടഡ് WWF ചാമ്പ്യൻഷിപ്പും നേടി. അങ്ങനെ WCW വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ അവസാന ഹോൾഡറാവുകയും WWE ഇൻ്റർകോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പിൻ്റെ റെക്കോർഡ് നേട്ടമായ 9 തവണ നേടുകയും 9ാമത്തെ ട്രിപ്പിൾ ക്രൗൺ ചാമ്പ്യനും ചരിത്രത്തിലെ 4ാമത്തെ ഗ്രാൻഡ് സ്ലാം ചാമ്പ്യനുമാണ്. കൂടാതെ 2008 സൂപ്പർ സ്റ്റാർ ഓഫ് ദ ഇയർ സ്ലാമി അവാർഡും അദ്ദേഹം നേടിയിരുന്നു. പിന്നീട് ബിഗ് ഷോയ്ക്കൊപ്പം ഒരു ജെറി ഷോ എന്ന ടാഗ് ടീം ഉണ്ടാക്കുകയും 2009 ടാഗ് ടീം ഓഫ് ദ ഇയർ സ്ലാമി അവാർഡ് കരസ്ഥമാക്കുകയും ചെയ്തു. 2018 WWEയിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം ജെറിക്കോ ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗ് അഥവാ NJPWയിൽ കരാറൊപ്പുവെച്ചു. അവിടെ അദ്ദേഹം ഒറ്റത്തവണ IWGP ഇൻ്റർകോണ്ടിനെൻ്റൽ ചാമ്പ്യനായി. WWEയും IWGP ഇൻ്റർകോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പുകൾ നേടിയ ആദ്യത്തെ വ്യക്തിയായി. 2019 ജനുവരിയിൽ AEW ആരംഭിച്ചതു മുതൽ അതിൽ ചേരുകയും ഒപ്പം പ്രവർത്തിക്കുകയും ചെയ്തു. ആ വർഷം ഓഗസ്റ്റിൽ നടന്ന AEWയിൽ അദ്ദേഹം പ്രഥമ AEW വേൾഡ് ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കുകയും ചെയ്തു. പ്രൊഫഷണൽ റെസ്ലിംഗ് കൂടാതെ ജെറിക്കോ ഒരു റോക്ക് മ്യൂസിഷ്യൻ കൂടിയായിരുന്നു. 1999 ഹെവി മെറ്റൽ ബാൻഡായ ഫോസിയുടെ പ്രധാന ഗായകനായി ജെറിക്കോ മാറി. അടുത്ത വർഷം തന്നെ അവരുടെ ആദ്യത്തെ ആൽബം പുറത്തിറക്കി. ഗ്രൂപ്പിൻ്റെ ആദ്യകാല സൃഷ്ടികൾ പ്രധാനമായും കവർ പതിപ്പുകളായിരുന്നു. എന്നിരുന്നാലും പ്രാഥമികമായി അവരുടെ 3ാമത്തെ ആൽബമായ ഓൾ ദാറ്റ് റിമെയിൻസ് മുതൽ യഥാർത്ഥ മെറ്റീരിയലിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. WWEയിൽ ഇദ്ദേഹത്തിൻ്റെ ചാമ്പ്യൻഷിപ്പ് നേട്ടം എന്തെന്നൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ 6 ടൈം വേൾഡ് ചാമ്പ്യനാണ്, ഇൻ്റർകോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുണ്ട്, പിന്നെ 7 ടൈം ടാഗ് ടീം ചാമ്പ്യനുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.